നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലൂയിസ് സുവാരസിനെ ഇന്റർ മയാമി സൈൻ ചെയ്ത കാര്യം ഒഫീഷ്യലായിട്ട് അവരിപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതെ, മെസ്സിയും സുവാരസും ഒരുമിക്കുകയാണ്. ആരാധകരുടെ മനസ്സിൽ ഇപ്പോഴുള്ള ഒരു ചോദ്യം, നെയ്മർ കൂടി അങ്ങോട്ടേക്ക് എത്തുമോ? ആ പഴയ MSN കാലം ഒരിക്കൽ കൂടി നമ്മുടെ മുന്നിലേക്ക് എത്തുമോ? കാരണം FC ബാഴ്സലോണയിൽ ഈ 3 പേര് ചേർന്നുള്ള MSN കൂട്ടുകെട്ട് വലിയ രൂപത്തിൽ ആരാധകരുടെ ഇടനെഞ്ചിൽ ഇടം പിടിച്ചിട്ടുള്ള ഒന്നാണ്. അത്രയധികം മാന്ത്രിക മുഹൂർത്തങ്ങൾ അവർ നമുക്ക് വേണ്ടി സമ്മാനിച്ചിട്ടുണ്ട്. FC ബാഴ്സലോണയ്ക്ക് കിരീടങ്ങൾ വാരിക്കൂട്ടി കൊടുത്തിട്ടുമുണ്ട്. ഇനി ഒരിക്കൽ കൂടി ആ നല്ല നാളുകൾ ഉണ്ടാവുമോ എന്നുള്ളതാണ് ചോദ്യം. ഈ അടുത്ത കാലത്ത് ലൂയിസ് സുവാരസ് എങ്ങനെയാണ് MSN പിറന്നത് എന്നത് തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു കളിയിൽ അയാക്സിനെതിരെ FC ബാഴ്സലോണ കളിക്കുമ്പോൾ അന്നത്തെ പരിശീലകൻ എൻറിക്കെ അവരോട് പറഞ്ഞത് ലിയോ മെസ്സിയോട് ഫോൾസ് 9 പൊസിഷനിൽ കളിക്കാനായിരുന്നു. എന്നാൽ അത് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ആ ഘട്ടത്തിൽ മെസ്സിയാണ് പറഞ്ഞത് തന്നോട് നമ്പർ 9 സ്ട്രൈക്കറായിട്ട് കളിക്കാൻ, സുവാരസിനോട് നമ്പർ 9 സ്ട്രൈക്കറായിട്ട് കളിക്കാൻ. നെയ്മർ ഇടതുപാർശ്വത്തിൽ കളിക്കുന്നു. മെസ്സി സുവാരസിനോട് പറയുന്നു, ഞാൻ വലതുപാർശ്വത്തിൽ നിന്ന് നിങ്ങൾക്കായിട്ട് സ്പേസ് ഓപ്പൺ ചെയ്തു തരാം എന്ന്. അങ്ങനെയാണ് MSN പിറന്നത് എന്ന് സുവാരസ് തുറന്നു പറയുന്നു. പിന്നെ ആ MSN എങ്ങനെയാണ് തകർന്നു പോയത്? അത് നെയ്മർ ജൂനിയർ ബാഴ്സലോണ വിട്ട ഘട്ടത്തിലാണ്. അന്ന് നെയ്മറോട് പോവരുതേ എന്ന് താനും മെസ്സിയും പറഞ്ഞിരുന്നു എന്ന കാര്യവും ഈ അടുത്ത് ലൂയിസ് സുവാരസ് തുറന്നു പറയുകയുണ്ടായി. എന്തായാലും നെയ്മർ അന്ന് PSG പോയി. അപ്പോഴും മെസ്സിയും സുവാരസും ബാഴ്സലോണയിൽ തന്നെ കളി തുടർന്നു. പിന്നീട് നമുക്കറിയാം, റൊണാൾഡോ കൂമാൻ ബാഴ്സലോണയുടെ പരിശീലകനായി എത്തിയ ഘട്ടത്തിലാണ് ലൂയിസ് സുവാരസിനെ ബാഴ്സലോണ പറഞ്ഞു വിടുന്നത്. അങ്ങനെ സുവാരസ് അത്ലറ്റിക്കോ മാഡ്രിഡിലേക്ക് പോയി. അപ്പോഴും മെസ്സി ബാഴ്സലോണയിൽ തന്നെ തുടരുകയാണ്. ഒരു സീസണ് കൂടി കഴിയുമ്പോൾ മെസ്സിക്കും ബാഴ്സലോണ വിട്ടു പോവേണ്ടി വന്നു. അദ്ദേഹം PSG എത്തി. സുവാരസ് ആവട്ടെ തൻ്റെ പഴയ കുട്ടിക്കാല ക്ലബ്ബായിട്ടുള്ള ഉറുഗ്വേയിലെ നാസിയോണലിലേക്ക് പോയി. അവിടെ നിന്ന് അദ്ദേഹം പിന്നീട് ബ്രസീലിയൻ ക്ലബ്ബ് ഗ്രമിയോയിലേക്ക് എത്തി. മെസ്സി ആവട്ടെ ഇന്റർ മയാമിയിലേക്ക് കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ചേക്കേറുകയും ചെയ്തു. ഗ്രമിയോയുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ച് ലൂയിസ് സുവാരസ് ഇതാ ഇന്റർ മയാമിയിലേക്ക് എത്തുന്നു. മെസ്സിയോട് ഒരുമിച്ച് ചേരുന്നു. അതേസമയം PSG വിട്ട നെയ്മർ ജൂനിയർ ഇപ്പോൾ അൽ ഹിലാലിലാണ്. 2 വർഷക്കാലത്തെ കോൺട്രാക്റ്റാണ് അദ്ദേഹത്തിനുള്ളത്. നെയ്മർ ഇപ്പോൾ പരിക്കേറ്റ് പുറത്താണ്. ഏതായാലും ഇനിയും 1 വർഷക്കാലം കൂടി, ഈ സീസൺ കഴിഞ്ഞിട്ട് പിന്നൊരു സീസൺ കൂടി നെയ്മർക്ക് അൽ ഹിലാലിൽ തുടരണം. അങ്ങനെയാണ് കോൺട്രാക്റ്റ് ഉള്ളത്. അതിനുശേഷം നമുക്ക് MSNനെ വീണ്ടും കാണാൻ പറ്റുമോ ഇന്റർ മയാമിയിൽ? അത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ഇപ്പോൾ സുവാരസിന് 1 വർഷത്തേക്കുള്ള കരാറേ ഇന്റർ മയാമിയുമായിട്ടുള്ളൂ. അതിനുശേഷം വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാമെന്നൊരു ഓപ്ഷൻ ഉണ്ട് എന്ന് ഫബ്രീസിയോ റൊമാനോ പറയുന്നു. അങ്ങനെ എക്സ്റ്റൻഷനൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ മയാമിയിൽ വീണ്ടും MSN നമുക്ക് ഒരുമിച്ച് കാണാൻ പറ്റുമോ? അത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ഏതായാലും ഈ ഒരു ഘട്ടത്തിൽ മെസ്സിയും സുവാരസും കട്ട ചങ്കുകളാണ്. അവരുടെ കൂട്ടത്തിലുള്ളയാളാണ് നെയ്മർ ജൂനിയറും. മെസ്സിയും സുവാരസും ഒരുമിച്ച് കളിക്കുന്നു. അത് ആസ്വദിക്കാൻ ആരാധകർക്ക് വീണ്ടും അവസരം ലഭിക്കുന്നു. ഒരിക്കൽ കൂടി നമ്മുടെ മുന്നിലേക്ക് എത്തുമോ MSN ട്രയം? വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവെത്താം.